ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ റിലീസ് ആഘോഷമാക്കി കോതമംഗലവും. ജി സിനിമാസിൽ 2 സ്ക്രീനിലും ആൻ കോംപ്ലക്സിൽ ആനിലും ജവഹറിലുമായാണ് ഫാൻസ് ഷോ പ്രദർശിപ്പിച്ചത്. ഒരു കൊച്ചു സിനിമ എന്ന് പറഞ്ഞ് വിനയത്തോടെയാണ് പൃഥ്വിരാജ് 2019 ലൂസിഫറിനെ അവതരിപ്പിച്ചത്. അന്ന് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് പ്രഖ്യാപനങ്ങളോ ആഘോഷങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളം ഇന്നുവരെ കാണാത്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായാണ് എമ്പുരാന്റെ വരവ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ സിനിമകളിലൊന്നായ ലൂസിഫറിന്റെ 2ാം ഭാഗം. എന്റെ പകയിൽ നീറിയൊടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ രാജാവായിരുന്നെന്ന്. ഒരേയൊരു രാജാവ്. 2019 മാർച്ച് 28-ന് കേരളത്തിൽ നേരം പുലർന്നത് ആ തീപ്പൊരി ഡയലോഗ് കേട്ടുകൊണ്ടായിരുന്നു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അയാൾ തിരികെ എത്തിയപ്പോൾ ആരാധകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഗോവർദ്ധന്റെ വാക്കുകളിൽ നിറയുന്ന ആ ലൂസിഫർ, പാവങ്ങളുടെ സ്വന്തം എസ്തപ്പാൻ, സ്റ്റീഫൻ നെടുമ്പള്ളി. 2 മണിക്കൂറും 52 മിനിറ്റുമായിരുന്നു ലൂസിഫർ സിനിമയുടെ ദൈർഘ്യം. എന്നാൽ 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ദൈർഘ്യവുമായാണ് എമ്പുരാന്റെ വരവ്. കേരളത്തിലെ 750 സ്ക്രീനുകൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന എമ്പുരാന്റെ ആദ്യ ഷോ രാവിലെ 6-ന് ആരംഭിച്ചു. റിലീസിന് മുന്നേ തന്നെ റെക്കോർഡ് സൃഷ്ടിച്ച എമ്പുരാൻ മലയാളത്തിലെ ആദ്യ 50 കോടി ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി മാറി. ഖുറേഷി എബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കേന്ദ്ര കഥാപാത്രമായി മോഹൻലാൽ എത്തുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങി മലയാളം മുതൽ ഹോളിവുഡ് വരെയുള്ള താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോകപ്രശസ്തനായ ജെറോം ഫ്ലിനിന്റെ സാന്നിധ്യമാണ് ഇതിൽ പ്രധാനം. ബൈജു, സായ് കുമാർ, ആൻഡ്രിയ ടിവാഡർ, അഭിമന്യു സിംഗ്, സാനിയ അയ്യപ്പൻ, ഫാസിൽ, സച്ചിൻ ഖഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ മാർട്ടിൻ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് സുനിൽ, എറിക് എബണി, കാർത്തികേയ ദേവ്, മിഹേൽ നോവിക്കോവ്, കിഷോർ, ബർസാദ് ഖാൻ, നിഖാത് ഖാൻ, സത്യജിത് ശർമ്മ, നയൻ ഭട്ട്, ശുഭാംഗി, ജയ്സ് ജോസ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ലാലേട്ടൻ്റെ നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് പടം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഇനി ടിക്കറ്റ് കിട്ടാൻ പാടായിരിക്കും. ഇനിയിപ്പോൾ എല്ലാ ഹൗസ് ഹോൾഡ് ഷോകളായിരിക്കും. നമ്മളെല്ലാവരും കാത്തിരുന്ന് എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. നമ്മളിപ്പോൾ കോതമംഗലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 തിയേറ്ററിൽ നമുക്ക് ഫാൻ ഷോ ഉണ്ട്. ജി സിനിമാസിൽ 2 സ്ക്രീനിലും അതുപോലെ ആൻ കോംപ്ലക്സിൽ ആനിലും ജവഹറിലും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫാൻ ഷോ 4 തിയേറ്ററിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ഇന്ന് ആദ്യ ഷോ 6 മണിക്ക് നടന്നു. ഒരേ സമയത്ത് ആനിലും അതുപോലെ തന്നെ ജി സിനിമാസിലും നടന്നു. പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. പടത്തിൻ്റെ റിപ്പോർട്ടുകൾ അടിപൊളിയായിട്ട് വന്നു. മികച്ച പ്രതികരണം ലൂസിഫറിന് ലഭിച്ച അതേ പ്രതികരണം തന്നെയാണ് എമ്പുരാന് ലഭിച്ചിരിക്കുന്നത്. 2019 ശേഷം ലൂസിഫറിൻ്റെ 2ാം ഭാഗം 7 വർഷത്തിന് ശേഷം വന്നപ്പോൾ അതേ പ്രതികരണം നമുക്ക് ലഭിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.